തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? ഞാൻ എരിവിന്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നും ഒക്കെ ഇവിടെ മത്തങ്ങ ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു. സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു. ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം കാറ്റേ കടലേ എന്ന 3ാമത്തെ യൂണിറ്റിലെ അതിരും കതിരും എന്ന ഭാഗത്ത് വരുന്ന കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പാഠമാണേ. മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റിലുണ്ട്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ മക്കളോട്. നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം മതിയോ മക്കളെ? അങ്ങനെ മനുഷ്യന് മാത്രമായിട്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? മനുഷ്യരെ പോലെ തന്നെ മറ്റെല്ലാ വസ്തുക്കളും ജീവജാലങ്ങളും സസ്യങ്ങളും ഈ ഭൂമിയിൽ വേണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് അതിരും കതിരും എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിമാരോടോ അമ്മമാരോടോ ഒക്കെ ഒരു കാര്യം ചോദിക്കുമല്ലോ. ഓരോ ദിവസത്തെയും വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ വിലയ്ക്ക് വാങ്ങുകയായിരുന്നോ എന്ന് മറക്കാതെ ചോദിക്കണേ. രാവിലെ പറമ്പിലേക്കോ അടുക്കള തോട്ടത്തിലേക്കോ ഇറങ്ങി അവിടെ നിന്നും കിട്ടുന്ന താളും തകരയും ഒക്കെ അവർ വിഭവങ്ങളാക്കുമായിരുന്നു. ചുവന്ന ചീരയും പച്ചച്ചീരയും തോരനാക്കും. മാങ്ങയും കൂർക്കയുമോ യഥാക്രമം ഉപ്പിലിട്ടതും ഉപ്പേരിയുമാക്കും. ചേമ്പില പലഹാരത്തിന് വരെ ഉപയോഗിക്കും. കുമ്പളത്തിലെയും പയറിലെയും മുരിങ്ങയിലെയും മത്തനിലെയും മുരിങ്ങപ്പൂവും അമ്പമ്പോ ഇതൊക്കെ അവർ ഒന്നാം തരം വിഭവങ്ങളാക്കും. അതായത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒന്നും പച്ചക്കറികൾ വിലയ്ക്ക് വാങ്ങുകയല്ലായിരുന്നു, പാടത്തും പറമ്പിലും ഇറങ്ങി പറിച്ചെടുക്കുകയായിരുന്നു. നിങ്ങളുടെ മലയാളം പാഠപുസ്തകം പേജ് നമ്പർ 69. അതിരും കതിരും. നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം. ഇതിനെപ്പറ്റി ആലുംമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. ആദ്യം നമുക്കിവിടെ ഒരു കത്ത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെഴുതിയതാണെന്ന് നോക്കാം. അഖില ലോക പഴം പച്ചക്കറി സഭയുടെ സെക്രട്ടറിയായ മത്തങ്ങ കാന്താരിക്കുട്ടിയെ സമ്മേളനത്തിന് ക്ഷണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്താണിത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം മക്കളെ. സ്ഥലവും തീയതിയും കൊടുത്തിട്ടുണ്ട്. ആലുംമൂട് 1/6/2025. പ്രിയപ്പെട്ട കാന്താരിക്കുട്ടിക്ക്, നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്നു കരുതട്ടെ. ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലുംമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും. വെളുപ്പിന് 5:30 മണിക്കാണ് സമ്മേളനം. നേരം വെളുത്താൽ മനുഷ്യരൊക്കെ ചന്തയിലെത്തും. മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത്. യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും. നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത്? അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം. പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ. എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ. ഞാൻ നിന്നെ കാത്തിരിക്കും, വരാതിരിക്കരുത്. സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ, സെക്രട്ടറി അഖില ലോക പഴം പച്ചക്കറി സഭ. അടുത്ത പേജിൽ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുകയാണ്. അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? കൂട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ട മത്തങ്ങ ചേട്ടൻ എനിക്കൊരു കത്തയച്ചിട്ടുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച ആലമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് ഒരു വലിയ പരിപാടിയുണ്ട്. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് തണ്ണിമത്തൻ ചേട്ടനാണ്. ഒരു പ്രസംഗം നടത്താൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളും കൂടി വരണം. നമുക്കൊരുമിച്ച് ഈ സമ്മേളനം അതിഗംഭീരമാക്കാം. രണ്ടാമത്തെ ചോദ്യം, കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടെത്തൂ. പച്ചക്കറികൾക്കും മനുഷ്യരെ പോലെ സംസാരിക്കാനും കത്തെഴുതാനും സമ്മേളനം നടത്താനും കഴിയുന്നതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. വളരെ ലളിതമായ അവതരണമാണ്. അത് വായനയെ കൂടുതൽ രസകരമാക്കുന്നുണ്ട്. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ, തീപ്പൊരി പ്രസംഗം, പച്ചക്കറികളുടെ ഉറക്കം മാറ്റാൻ തുടങ്ങിയ പ്രയോഗങ്ങൾ കത്തിനെ രസകരമാക്കിയിട്ടുണ്ട്. സമ്മേളനം എന്തിനാണ് നടത്തുന്നത്, എപ്പോഴാണ് നടത്തുന്നത്, എവിടെയാണ് നടത്തുന്നത്, ആരാണ് അധ്യക്ഷൻ, കാന്താരിയുടെ പങ്കെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
മനുഷ്യൻ ഉണരുന്നതിനു മുൻപേ യോഗം നടത്താനുള്ള കാരണവും ഇതിൽ വ്യക്തമാക്കുന്നു. കാന്താരിക്കുള്ള കത്തിൽ അവളെ പ്രശംസിക്കുകയും പ്രസംഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കത്തിലെ പ്രിയപ്പെട്ട, സ്നേഹാദരങ്ങളോടെ, സ്വന്തം തുടങ്ങിയ വാക്കുകൾ മത്തങ്ങയും കാന്താരിയും തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിയേ മക്കളെ. അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനമെന്ന് ഒരു വാഴയിലയിൽ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാന്താരിക്കുട്ടി നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടോ? മത്തങ്ങച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി മേശപ്പുറത്ത് കയറി നിന്ന് വളരെ ഗാംഭീര്യത്തോടെയാണ് കാന്താരിക്കുട്ടി പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവൾ ചെയ്തത്? എല്ലാ പച്ചക്കറികളെയും പഴങ്ങളെയും ആ തണുത്ത വെളുപ്പാൻ കാലത്ത് ഉണർത്തണമെങ്കിൽ അതിന് കാന്താരിക്കുട്ടിയുടെ തീപ്പൊരി പ്രസംഗം തന്നെ വേണം. വായിച്ചു നോക്കിയ മക്കളെ, അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ്. നമുക്കും ആലുമൂടി ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം. അടുത്തതായി തന്നിരിക്കുന്നത് കാന്താരിക്കുട്ടിയുടെ പ്രസംഗമാണ്. നമുക്കും അതൊന്ന് കേട്ടു നോക്കാം. ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ, വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുമിടുക്കരായ പച്ചക്കറികളെ, ഉശിരുള്ള പഴങ്ങളെ, നമസ്കാരം. ഒന്നാം അഖിലലോക പഴം പച്ചക്കറി മഹാസമ്മേളനം ഈ ആലുമൂടി ചന്തയിൽ തന്നെ ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഭൂമിയിൽ ജീവനുണ്ടായി വന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ രൂപം കൊണ്ടത്. ആ സസ്യങ്ങളാകുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമ്മമാർ. നിങ്ങളൊരു കാര്യം ഓർക്കണം, സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല. അതറിയുന്നത് നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാരായ സസ്യങ്ങൾക്കു മാത്രം. പ്രിയപ്പെട്ട പഴങ്ങളെ, പച്ചക്കറികളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നതു തന്നെ. അതിലാരും ദുഃഖിക്കേണ്ട. ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന 100 കണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ്. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ജീവിതം ഉഴിഞ്ഞു വെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ, പച്ചക്കറികളെ, നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൻ, ആനന്ദിക്കുവിൻ. ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതി അമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ്. ഞാൻ എരിവിൻ്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നും ഒക്കെ ഇവിടെ മത്തങ്ങച്ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു. സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു. ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സത്യം ഈ മേശപ്പുറത്ത് നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ. ലോകത്തുള്ള എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആപ്പിളിനും മുന്തിരിക്കും മാത്രമല്ല പോഷക ഗുണമുള്ളത്, പപ്പായ പഴത്തിനും കമ്പിളി നാരങ്ങയ്ക്കുമുണ്ട്. ഈ ചന്തയിൽ വരാൻ പോലും പേടിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ പറമ്പുകളിൽ താനേ വളരുന്ന താളിനും തകരയ്ക്കുമുണ്ട് പോഷക ഗുണം. നിങ്ങൾ അഭിമാനത്തോടെ സ്വന്തം ഗുണങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്നു യാത്രയാകുവിൻ. പ്രിയപ്പെട്ടവരെ, നേരം വല്ലാതെ വെളുത്തു. ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മക്കളെ, ഇനി നമുക്ക് പ്രൊഫസർ എസ് ശിവദാസ് സാറിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നോക്കാം. 1940 ഫെബ്രുവരി 19 വൈക്കം ഉല്ലലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1962 CMS കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. യുറീക്ക, ശാസ്ത്രകേരളം, ബാലശാസ്ത്രം എന്നീ മാസികകളുടെ എഡിറ്ററായി പ്രവർത്തിച്ചു. പ്രധാന കൃതികൾ: വെള്ളം നമ്മുടെ സമ്പത്ത്, എഡിസൺ പഠിപ്പിക്കുന്ന വിജയമന്ത്രങ്ങൾ, മണ്ണും മനുഷ്യനും, നിങ്ങൾക്കും ഒരു ശാസ്ത്രജ്ഞൻ ആകാം, അറിവൂറും കഥകൾ. ബഹുമതികൾ: കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഭീമ ബാലസാഹിത്യ അവാർഡ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക സാഹിത്യ അവാർഡ്. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിയ മക്കളെ.
കാന്താരിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കൂ. ഒരു കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? നമ്മുടെ പാഠഭാഗം കാന്താരിയുടെ പ്രസംഗം മക്കൾ ഉച്ചത്തിലൊന്ന് വായിച്ചു നോക്കണേ. നമ്മൾ കഥ വായിക്കുമ്പോൾ ഒരേ താളവും ശബ്ദവും നിലനിർത്തുകയാണ് പതിവ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ് അവിടെ പ്രധാനം. വായിക്കുമ്പോൾ ഭാവങ്ങൾ സാധാരണയായി മുഖത്തോ ശരീരത്തിലോ അത്രമേൽ പ്രകടമാവില്ല. എന്നാൽ ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ, ഊന്നലുകൾ എന്നിവയെല്ലാമാണ് പ്രസംഗത്തിന് ജീവൻ നൽകുന്നത്. പ്രസംഗിക്കുന്ന ആളുടെ ശരീരഭാഷയാണ് വളരെ പ്രധാനം. കണ്ണുകൾ കൊണ്ട് സദസ്സുമായി സംവദിക്കൽ, മുഖഭാവങ്ങൾ, ആംഗ്യങ്ങൾ എന്നിവയെല്ലാം പ്രസംഗകന് ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണിത്. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട്. കണ്ടെത്തൂ. പ്രിയപ്പെട്ട പഴങ്ങളെ, പച്ചക്കറികളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നത് തന്നെ. അതിലാരും ദുഃഖിക്കേണ്ട. ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ്. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? ഇതാണ് കവിതയിലെ വരികളെ ഉൾക്കൊള്ളുന്ന പ്രസംഗത്തിലെ ഭാഗം. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വിധം പ്രവർത്തിച്ച് സ്വന്തം ജീവിതം ധന്യമാക്കുന്നവരാണ് അറിവുള്ളവരെന്ന് തന്നെയാണ് നളിനിയിലെ ഈ വരികളിലൂടെ കുമാരനാശാനും പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആളൊരു കാന്താരിയാണ്. ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരാൾ വളരെ ചുറുചുറുക്കുള്ള, തൻ്റെടമുള്ള, അല്ലെങ്കിൽ ഒരൽപ്പം കുസൃതിയോട് കൂടിയ സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നതാണ് ആളൊരു കാന്താരിയാണ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനത്തെ നാലാമത്തെ ചോദ്യം, കാന്താരിക്കുട്ടി പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമാണോ? ചർച്ച ചെയ്ത് എഴുതൂ. സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സസ്യങ്ങളെ പോലെ സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല. സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ച പഴങ്ങളും ഫലങ്ങളും ഇലകളും വിത്തുകളും പ്രയോജനപ്പെടുത്താനേ അറിയൂ എന്ന് കാന്താരി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാവുക എന്നതിലും വിശക്കുന്നവൻ്റെ വിശപ്പകറ്റുക എന്ന മഹത്തായ കർമ്മം ചെയ്യുന്നതിലും കാന്താരി അഭിമാനിക്കുന്നുണ്ട്. ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവനകൾ ചെയ്ത് ജീവൻ ത്യജിക്കുന്നതിൽ പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ ആനന്ദിക്കണമെന്നും കാന്താരി പറയുന്നു. അതായത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമല്ല, മനുഷ്യൻ്റെയും മറ്റു ജന്തുജാലങ്ങളുടെയും കാര്യം കൂടി കാന്താരിക്കുട്ടി പറയുന്നുണ്ട്. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്നുള്ള പാഠഭാഗം മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ചുറ്റുപാടും വിളയുന്ന പോഷകസമ്പുഷ്ടമായ പച്ചക്കറികളും പഴങ്ങളും എല്ലാവർക്കും, അതായത് മനുഷ്യനും മൃഗങ്ങൾക്കും എങ്ങനെ ഉപകാരപ്പെടുന്നെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക് യു ഫോർ വാച്ചിങ്.